ദേഹനെങ്കിൽ പണിയെടുത്തപ്പോഴേ നല്ല രസമുണ്ടല്ലേ മാമ? പിന്നല്ലാതെ നമ്മൾ നന്നായിട്ട് അധ്വാനിച്ച് വിയർക്കുമ്പോഴേ നമ്മുടെ ദേഹത്തുനിന്ന് ഈ വിഷമൊക്കെ അങ്ങ് പോകും. ഇനി രാത്രി കിടന്നുറങ്ങാൻ നല്ല സുഖമായിരിക്കും. നമ്മളെ സുമേഷിന് ഇതൊന്നും അനുഭവിക്കാൻ പറ്റാതായിപ്പോയി. അതെന്താടാ? അവൻ ദേഹനെങ്കിൽ പണിയെടുക്കണ മാമ ഇപ്പം കണ്ടിട്ടുണ്ടോ? അത് ശരിയാ. അവനെ നമുക്ക് എന്തോ നീയാ മാമ? അവൻ ഗൾഫിലെല്ലാം പറഞ്ഞു വിട്ടാലോ? ഒരുപാട് നാളുകൾക്ക് ചോറ് കൊടുക്കുന്ന ഒരു നാടാണത്. ഇവനോട് ചെന്ന് 6 മാസം കൊണ്ട് അത് പൂട്ടിക്കും. വെറുതെ എന്തിനാണ് അത് കുട്ടിച്ചോറാക്കുന്നത്? അയ്യോ എനിക്ക് വേണ്ട. നമുക്ക് വിദേശ നാണയം ഒരുപാട് ആവശ്യമുള്ളേ. മാമനും മരുമനും കൂടെ എന്താണ് പരിപാടി? അളിയാ, നമ്മളിവിടെ വഴുതനങ്ങ, വെണ്ടയ്ക്ക, പടവലങ്ങ അങ്ങനെ കംപ്ലീറ്റ് സാധനങ്ങൾ അങ്ങ് നട്ട്. ഇനിയിപ്പോ പച്ചക്കറി അത് വെളിയിൽ നിന്ന് വാങ്ങിക്കണ്ട, കംപ്ലീറ്റ് ഇവിടെ ഉണ്ടാക്കാനാണ് പ്ലാൻ. കുറച്ചേ ആത്തിച്ചൊക്കെ പാഷൻ ഫ്രൂട്ടും കൂടെ നടണം. എനിക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അളിയാ, ഞാൻ പറയാൻ മറന്നതാണ്. ആത്തിച്ചക്ക, പാഷൻ ഫ്രൂട്ട്, കോട്ടുകോണം, മാങ്ങ. പിന്നെ അല്ലാതെ അകത്ത് ഫാനും ഇട്ട് കാറ്റും കൊണ്ടിരുന്നിട്ട് വെളി ഇറങ്ങി ദുയാലി ചെയ്തവന്റെ മുഖത്തൊക്കെ ഇട്ട് രണ്ടാറ് സാളവ് കൂടെ വിടണം. ഓ വലിയ അധ്വാനി. ആറ്റുനോറ്റിരുന്ന് കുറച്ച് വെയിൽ കണ്ടപ്പം ആ വലിയ ഷോ ആണിയാണ്. ആറ്റുനോറ്റൊന്നുമില്ല, അവൻ പണ്ടേ നല്ല അധ്വാനി കേട്ടാ. നിക്കറട്ടെ പ്രായത്തോട്ടെ ഞാൻ മാമ എല്ലാ കാര്യത്തിലും വിളിച്ചാലും വരും അല്ലേ മാമ? നിക്കറിടുമ്പോ എനിക്കിട്ട് പണി തുടങ്ങിയാണ്. വേണ്ട. ഓഹോ, ഇപ്പൊ ഞാൻ കുറ്റക്കാരനെ ഉള്ള കാര്യമല്ലേ ഞാൻ പറഞ്ഞോളൂ അല്ലേ മാമ? പിന്നല്ലാതെ എടാ, കുട്ടിക്കാലം തൊട്ട് ഞാൻ വേണ്ടെന്ന് പറഞ്ഞാൽ കനപ്പെട്ട ജോലിയായിട്ട് അവൻ എന്റെ പിന്നാലെ ഉണ്ട്. എനിക്കതെല്ലാം നല്ല ഓർമ്മയുണ്ടാ മോനെ. അതിന്റെ തൊട്ടപ്പുറത്ത് ഒരച്ഛന്റെ സ്നേഹം കൊതിച്ച് വേറൊരു കൊച്ചുചെറുക്കനും കൂടെ നിപ്പുണ്ടായിരുന്നു. അതെ, കൊച്ചുചെറുക്കളിയ. പക്ഷെ അച്ഛനൊന്നും മരുമോന്റെ അടുത്തായിരുന്നു സ്നേഹം. രാജമാണിക്യത്തിന്റെ കഥയാണെന്ന് തോന്നുന്നു പറഞ്ഞിട്ട് അല്ലേ മാമ? അതൊന്നും അല്ലടേ, അത് മറ്റേ ഈ വാതില് തുറന്നിട്ട് അമ്മ ചോദിക്കുന്ന സിനിമയില്ലേ? ഓ, അപ്പൊ ഇത് വേറെ എനിക്ക് മാറിപ്പോയതാണ്. അവൻ എന്തെങ്കിലും പിച്ചും പേയും പറഞ്ഞാൽ നമുക്ക് പോയി പഴങ്കഞ്ഞി അടിക്കാം. എന്തുവാടാ അമ്മ? എന്റെ ഗിത്താറിന്റെ സ്ട്രിങ് കണ്ടില്ല അമ്മ എടുത്ത്? ഞാനൊന്നും കണ്ടില്ല. എന്തൊക്കെ പറഞ്ഞാലും മോനെക്കാളും വരുമോ മരുമോയി? ഈ അച്ഛൻ ശിവന്റെ അടുത്ത് ഇത്ര സ്നേഹം എന്താണ്? എന്നെ എന്ത് ഓഫറിന് കിട്ടിയാണ്? നിങ്ങൾ എപ്പോഴും ഇതുപോലെ ഇങ്ങനെ ഓരോ കോംപ്ലക്സ് കൊണ്ട് വരാതെ. ഇത് കോംപ്ലക്സ് ഒന്നുമില്ല, കുറെ നാളായിട്ട് ഞാൻ സഹിക്കുന്നു. എനിക്ക് തോന്നിയച്ചാ അപ്പൂപ്പനും മാമനും കൂടെ ഭയങ്കര യോയോ കമ്പനിയാണ്. കണ്ട എങ്ങനെ ഇരിക്കുന്നു? അതിപ്പം കണ്ണൻ നിങ്ങളുടെ പെങ്ങടെ മോനല്ലേ? നിങ്ങൾക്ക് ഇവനെ അവനുമായിട്ട് എന്തെങ്കിലും വ്യത്യാസം ഉണ്ടോ? കണ്ണൻ കൊച്ചു ചേർക്കായി ഞാൻ അവനെ എടുത്ത് ഇവന്റെ മുമ്പേ വന്ന് ഇവനെ ഊശിയാക്കി എങ്ങനെ ഇരിക്കും? അല്ല എങ്ങനെ ഇരിക്കും? അതാണ് ഒരുപോലെ കണ്ട എനിക്ക് സന്തോഷമേ ഉള്ളൂ. ഇത് ഞാൻ പണ്ട് മണ്ണ് മാന്താൻ കൂടെ സഹായിച്ചില്ല എന്ന് പറഞ്ഞാൽ എൻ്റെ അടുത്ത് വലിയ പുച്ഛം. അല്ലെങ്കിൽ അവ ഒരു മര്യാദ കാണിക്കണം. അവന്റെ ഒരു നൊസ്റ്റാൾജിയ കുറച്ചില്ലേ? അതെ, മണ്ണ് മാന്താൻ സഹായിക്കാത്തോണ്ടൊന്നും ആയിരിക്കില്ല. അച്ഛന് ചിലപ്പോ പൊതുവെ ശിവനോടായിരിക്കും ഒരു ഇഷ്ടം കൂടുതല്. എന്നെ സമാധാനിപ്പിക്കാൻ വേണ്ടി പറയാണ്. അതെന്തോ അങ്ങനെ അമ്മ അങ്ങനെ പറഞ്ഞ? അല്ല, ഞാൻ പറഞ്ഞതാ. അച്ഛനെ കാട്ടില് മിടുക്കൻ ചിറ്റപ്പന അല്ല മാമനാ? ഇപ്പൊ മാമനാണ് മിടുക്ക് കൂടുതലെങ്കിൽ തന്നെ, ഇപ്പൊ ശിവൻ ഇച്ചിരി മിടുക്കനാണെങ്കിൽ തന്നെ അച്ഛനെങ്ങനെ പാർഷ്യാലിറ്റി കാണിക്കേണ്ട കാര്യമില്ല. അവനെന്തോന്ന് മിടുക്ക്? ചിലപ്പോ പോലീസായോണ്ടായിരിക്കും. എന്തോന്ന് പോലീസ്? DGP ഒന്നും അല്ലല്ല, കോൺസ്റ്റബിൾ. നെളിപ്പ് ഞാൻ തീർത്തു കൊടുക്കാം. നിങ്ങൾ എന്ത് ചെയ്യാൻ പോവാ? മാമന്റെ മരുമോന്റെ ചങ്ങാത്തം കുറച്ച് നാളത്തേക്ക് അങ്ങ് നിർത്തി കൊടുക്കാം. അതെങ്ങനെച്ചാ? കുത്തിത്തിരിപ്പിന്റെ അഗ്രഹണി സുമേഷിന്റെ ചേട്ടനാണ് ഞാൻ. പറഞ്ഞ പോലെ ചെയ്തിരിക്കും. എന്റെ പൊന്നെണ്ണ, ഞാൻ ഒരു കാര്യം പറയും. ആവശ്യമില്ലാത്ത കാര്യത്തിന് സുമേഷിനെ പിടിച്ചിട്ടരുത്. അവൻ ഇടപെട്ട് കഴിഞ്ഞാൽ ഒന്നുകിൽ അച്ഛൻ അല്ലെങ്കിൽ ശിവൻ, രണ്ടിലൊരാൾ ബാക്കിയുണ്ടാവുള്ളൂ. ഞാൻ പറഞ്ഞേക്കാം. കുത്തഴിഞ്ഞു പോകാതെ ഞാൻ നോക്കിക്കോളാം. കൺട്രോൾ ചെയ്യാൻ പറ്റിയാല് ലോകം കീഴടക്കാൻ പറ്റുന്ന ഒരു ആയുധമാണ് അവൻ. ശംഭു, നീ എന്തായാലും സ്ട്രിങ് കണ്ടുപിടിച്ച് വെച്ചാട്ടാ. ബീജി വിടാൻ പറ്റുന്ന ഒരു ഐറ്റം വരുന്നുണ്ട്. ഞാൻ എന്നെ കുറിച്ച് തന്നെ ആലോചിച്ചോണ്ടിങ്ങനെ ഇരുന്നേടി. അത് പിന്നെ പണ്ട് മുതലേ അങ്ങനെയാണല്ലോ. ചിറ്റപ്പനെ കുറിച്ച് മാത്രമേ ചിന്തിക്കാറുള്ളൂ. അങ്ങനെ ആലോചന എന്റെ അടി ഒരു തിരിഞ്ഞു നോട്ടം, എന്റെ ആത്മാവിന്റെ അവലോകനം. ഈ വിദ്യാഭ്യാസം അറിയാത്തന്നെ എടുത്തിട്ട് പോകാമോ? ഞാൻ പറയാം. നിങ്ങൾക്കറിയാമോ ഈ ലോകത്ത് എന്തോ നടക്കുന്നതെന്ന്? വർഷാവർഷമുള്ള പ്രളയം, പേമാരി, കൂടാത്തതിന് മഹാമാരിയും മാസ്കും. ഇതൊക്കെ എന്തുകൊണ്ടാണ് സംഭവിക്കുന്നത് നിങ്ങൾക്ക് അറിയാമോ? അറിയില്ല. ലോകവസാനിക്കാൻ പോകുന്നുണ്ട്. പിന്നെ എല്ലാം എന്ത്? ചുമ്മാ വെറുതെ മനുഷ്യനെ പേടിപ്പിക്കാൻ കേട്ടു. ഈ മനുഷ്യനെ പേടിപ്പിക്കാൻ പറഞ്ഞല്ല ഞാൻ. ഈ സമയത്ത് നമ്മൾ നല്ല മനുഷ്യരായിട്ട് ജീവിക്കണം, പരസ്പരം ഒത്തുചേരണം, നല്ല സന്തോഷമായിട്ട് ജീവിക്കണം. അതെ മോളെ, ഇനി തൊട്ട് ചിറ്റപ്പൻ നന്നാൻ പോവാ. ചിറ്റപ്പൻ നല്ലൊരു സൽസ്വഭാവിയായിരിക്കും. കൊഴുത്തുരുമ്പ് എന്തെന്നറിയാൻ പറ്റാത്ത സുമേഷ്, സോപ്പിടൽ എന്തെന്നറിയാത്ത സുമേഷ്. ചുരുക്കി പറഞ്ഞ നേരെ വാ നേരെ പോ സുമേഷ്. അങ്ങനെ ജീവിക്കാൻ പറ്റൂടെ?
നീ ചെറുക്ക നിനക്കൊരു കൊട്ടേഷൻ കൊണ്ടാണ് ഞാൻ വന്നേക്കണേ. ഒരു മാമൻ മരുമോൻ സ്നേഹബന്ധം നൈസായിട്ടൊന്ന് കണ്ടോ കണ്ടോടി, ഇതുപോലെയുള്ള മനുഷ്യന്മാരെ ഈ ലോകം കുട്ടിച്ചോറാക്കുന്നു. ഞങ്ങളൊക്കെ പാവം കളിപ്പാവള്. ഇതുപോലെ നീചന്മാരുടെ വാക്കുകൾ കേട്ട് തുള്ളുന്ന മരങ്ങൾ. കോമരങ്ങളാ മക്കളെ? അവളെ ചെവി ഒന്ന് പൊത്തിക്ക്. നീ പൊത്ത്. നല്ല കോണം. ആരെങ്കിലും എന്തെങ്കിലും കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കും അപ്പം പറഞ്ഞോണം കഞ്ചാവെന്ന്. പിന്നെ നിനക്ക് എന്തോന്ന് പറ്റിയത്? അവസാനിക്കാൻ പോവില്ലേ? ഞാൻ നന്നാവാൻ തീരുമാനിച്ചു. ഇനി തൊട്ട് കുത്തിത്തിരിപ്പും കൊണ്ട് എൻ്റെ അടുത്ത് വരല്ലേ ചേട്ടാ, പ്ലീസ്. ഡേയ് ഡീറ്റെയിൽ പറയണ കേക്കടാ. എനിക്ക് കേൾക്കണ്ട. നീ ചോദിക്കുന്ന പൈസ ആരാടാ? എനിക്ക് പൈസ ഒന്നും വേണം, നിങ്ങൾ പോയേ. നിങ്ങളാ? പിന്നല്ല, ഈ വൃത്തിയായിട്ട് കാര്യങ്ങൾ പറയുന്നവരെ എനിക്ക് ചേട്ടാന്ന് വിളിക്കാൻ ബുദ്ധിമുട്ടുണ്ട്. ഇവന് എന്തോന്ന് പറ്റിയത്? ഇവിടെ നിൽക്കണ്ട പാപ്പോ. എൻ്റെ തലയിൽ ഇടുത്തി വീണ്. മൊത്തം എടുത്തു. എല്ലാം പറഞ്ഞുകൊണ്ട് പോ. അവിടെ ചേട്ടാ ഇമാരിക്കണേ കഞ്ചാവ് പറഞ്ഞ് എന്നെ അതിശയിപ്പിക്കല്ലേ. കേറ് കേറ് കേറ്. അവസാനിക്കും പോകുമ്പോഴേ അവരുടെ തുള്ളല്. ഇത് നോക്കുന്നേ. അച്ഛ നല്ല ചുമയുണ്ട്, നമുക്ക് ഹോസ്പിറ്റലിൽ പോവാ. ഈ നിസാര ചുമക്കൊക്കെ ആശുപത്രി പറഞ്ഞാലേ അവന്മാരെ കാശ് മൊത്തം ഊറ്റിയെടുക്കും. ഇടി ആദ്യം ഇതെന്നൊക്കെ പറഞ്ഞ ഓരോ ടെസ്റ്റ് നടത്തി കിഡ്നി വരാൻ അവന്മാർ കൊണ്ടുപോകും. ഞാൻ ഇവിടെ എങ്ങനെ ഒരു ചുമച്ചോളാം. എന്ത് ചേട്ടാ നല്ല ചുമയാ അച്ഛന്, പറഞ്ഞിട്ടൊന്നും കേൾക്കുന്നില്ല. വയസ്സാം കാലത്ത് ഒക്കാത്ത പണിക്ക് എന്തിനാണ് പോണേ? ഇവിടെ ആ ശിവൻ പറയണ കേട്ടോണ്ടേ, വെയിലത്തിറങ്ങി പാവലും പടവിലൊക്കെ വയ്ക്കാൻ പോയാ ഇങ്ങനെ ഇരുന്ന് ചുമക്കും. മാറിയ മാറി മാറി മാമാ, ഇനി ഈ ചുമ പോണെങ്കിൽ ആവി പിടിച്ചാലേ പറ്റുള്ളൂ. മാമ ആവി പിടി. ഇവിടെ അമ്മയില്ലടേ, നീ എന്തിനു വെള്ളം ചൂടാക്കാനൊക്കെ പോണേ? അത് എന്റെ മാമന് വെള്ളം ചൂടാക്കാൻ ഇനി എനിക്ക് ആരെയും സഹായം വേണം. ആവി പിടിച്ച ചുമ ആയിരുന്നു നിന്റെ അടുത്ത് ആരോടാ പറഞ്ഞ കിഴങ്ങാ? അതിനിപ്പോ ആരെങ്കിലും പറയണോ? എല്ലാവർക്കും അറിഞ്ഞൂടെ? ഇല്ലടി ഭയങ്കരി. പിന്നല്ലാതെ ചേട്ടൻ ഇതൊന്നും അറിയാൻ പാടില്ലേ? എടി അത് ചെറുപ്പക്കാർക്ക്. 60 വയസ്സ് കഴിഞ്ഞ ഒരു ആവി പിടിച്ചാൽ 3ന്റെ അന്ന് തട്ടിപ്പോവും. പിന്നെ പഠനങ്ങൾ തെളിയിച്ചിട്ടുണ്ട്. ഒന്നും വായിച്ചിട്ടില്ലേ? എന്റെ അളിയ ഒരു വക ചെയ്യണവരോട്ട് സമ്മതിക്കില്ല. മാമ അങ്ങോട്ട് ഒന്നും നോക്കാം, വലിച്ചു കയറ്റി മാമ. അതന്നെ വലിച്ചു കയറ്റി കൊടു. ഇത് ചുമ്മാ കണ്ടവന്മാരെ സ്നേഹം കിട്ടാൻ വേണ്ടിട്ട് ചുമ അഭിനയിച്ചോണ്ടിരിക്കുകയാണ്. ചേട്ടൻ എന്തൊക്കെയാ പറയുന്നേ? ലോകം അവസാനിക്കാൻ പോകുന്നു, ലോകം അവസാനിക്കാൻ പോകുന്നു. നീ എന്തോന്നാ പറഞ്ഞത്? ലോകം അവസാനിക്കാൻ പോകുന്നു. എവിടെയെങ്കിലും ശുദ്ധമായി കിട്ടാനുണ്ടോ? ശുദ്ധജലം കിട്ടാനുണ്ടോ? പ്രകൃതി നമ്മളിൽ കോപിച്ചിരിക്കുവാണ് അച്ഛാ. നിനക്ക് എന്ത് പറ്റിയടാ സുമേഷ്? ലോകം അവസാനിക്കുന്നതിന്റെ ഭാഗമായിട്ട് അവൻ നന്നാവാൻ തീരുമാനിച്ചു. അളിയനും അച്ഛനും ചേട്ടനും പൈങ്കിളി എല്ലാവരും എൻ്റെ അടുത്ത് ക്ഷമിക്കണം. ഞാൻ അറിഞ്ഞോ അറിയാതെ ചെയ്ത തെറ്റുകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങളത് മാപ്പാക്കി തരണം. അതെന്റെ അറിവില്ലായ്മ കൊണ്ടാണ്. ഒരാത്തിന് ഈ അച്ഛൻ്റെ കിട്ടിയ വൃത്തികെട്ട സ്വഭാവം. അതുകൊണ്ട് എല്ലാവരും അടുത്ത് മാപ്പാക്കണം കേട്ടോ. നീ പോടാ അങ്ങോട്ട്. മാമ വലിച്ചു കയറ്റി മാമ. പച്ചവെള്ളം കൊണ്ട് വെച്ചിട്ട് ആവി പിടിക്കാൻ വേണ്ടി കൊടുത്തേക്കാണ് പാവത്തിന്. ഇങ്ങനെ പച്ചവെള്ളത്തിലാണ് ആവി പിടിക്കണത്. പച്ചവെള്ളം അല്ല അളി, ഐസിട്ട വെള്ളം. നാരങ്ങ പിടിച്ചേരട്ടാ. കലക്കി കൊടു, നീയും കുടിച്ചോ കുറച്ച്. ഓ ശുദ്ധവായു ലോകാവസാനം. ശുദ്ധവായു ലോകാവസാനം. എടാ അച്ഛൻ പതുക്കെ തിരുമിയാ മതിടാ. എനിക്കറിയാം എന്റെ അച്ഛനാണ്. നിനക്ക് എന്ത് പറ്റൂടെ? നീ ആവി പിടിക്കണ മനുഷ്യനെ കിക്ലിയാക്കണ. അളിയ ചുമ്മാരി അളിയ. ലോകം അവസാനിക്കുന്ന സമയത്ത് അളി നമ്മളിങ്ങനെ സംസാരിച്ചുകൂടാ. പതുക്കെ തിരുവടാ. മറ്റേ ഒരു ചൂടുവെള്ളം ഉണ്ടാക്കലും ആവി പിടിക്കലും പിന്നെ മറ്റവന്റെ തലപ്രാന്ത്. ആവശ്യത്തിന് ഉപകരിക്കാത്തവന്മാര്. നിങ്ങളൊന്ന് കൂളാവത്. എന്തൊരു കഷ്ടം ഇത്. നിനക്കറിയാമോ, പണ്ട് ലൈറ്റ് കത്തുന്ന ഷൂ ഉണ്ടല്ലോ, അത് വേണമെന്ന് ഞാൻ അച്ഛൻ്റെ അടുത്ത് പറഞ്ഞു. അച്ഛൻ ബോംബെന്ന് വന്നപ്പം അങ്ങനെ ദിവസങ്ങളാണ് ഞാൻ കാത്തിരുന്നു. അങ്ങനെ അച്ഛൻ വന്ന് പെട്ടി തുറന്നപ്പോൾ ഇതായിരിക്കണേ ലൈറ്റ് കത്തുന്ന ഷൂ. ഞാൻ എടുക്കാൻ വേണ്ടി ഇപ്പോൾ ഈ വൃത്തിയുടെ ശിവം വന്നിട്ട് അത് എടുത്തുകൊണ്ട് പോയി. ഇത് കൊള്ളാല, ഇതെനിക്ക് വേണമെന്ന് പറഞ്ഞിട്ട്. എന്നിട്ട് എന്തോന്ന്, അവൻ കൊച്ചല്ലേ, അവൻ കരയൂലേ, അവൻ പാവമല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് അച്ഛൻ അതെടുത്ത് അവന് കൊടുത്ത്. എന്നിട്ട് എനിക്കൊരു വള്ളിച്ചെരുപ്പം വാങ്ങിച്ചു തന്നു. അപ്പോഴത്തെ വിഷമത്തിന് ഞാൻ എടുത്തുകൊണ്ട് അടുപ്പിക്കൊണ്ടിട്ട് എന്റെ പൊതിരെ തല്ലി. ഈ കഥയൊന്നും നേരത്തെ പറഞ്ഞു കേട്ടിട്ടില്ലല്ലോ. ഓർക്കാൻ ഇഷ്ടമില്ലാത്ത അധ്യായങ്ങളാണ് അതൊക്കെ. ഇപ്പൊ ഓരോന്നൊക്കെ അങ്ങനെ ആലോചിക്കുമ്പോ എനിക്കിങ്ങനെ പൊതഞ്ഞ് പൊങ്ങാണ്. എടാ ഉത്തമ, ആ ശിവനെ കൊണ്ട് വലിയ ശല്യമായിട്ടുണ്ട് കേട്ടോ.
എന്നെ കൊണ്ട് ഒരു വക ചെയ്യത്തില്ല. മാമന്റെ എല്ലാ കാര്യവും അവന് തന്നെ ചെയ്യണമെന്ന്. ഇത് വലിയ ശല്യമായിരുന്നു. ഇവിടെ പോയി നോക്കിപ്പോ. അയ്യോ നിക്ക് 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 നിക്ക്, ഒന്ന് ശ്രദ്ധിച്ച് നോക്കിയേ. അവൻ എന്തോ ഒരു കാര്യസാധ്യത ഉള്ള പോലെ തോന്നുന്നില്ലേ? അല്ലെങ്കിൽ പെട്ടെന്ന് എങ്ങനെ വന്നു ഇപ്പൊ ഇതുവരെ ഇല്ലാതിരുന്നൊരു മാമൻ സ്നേഹം? ശരിയാണല്ലേ, പണ്ടും അച്ഛൻ അവന്റെ അടുത്ത് തന്നെയായിരുന്നു സ്നേഹം. തിരിച്ചൊന്നും കിട്ടിയിട്ടൊന്നുമല്ല. ഷൂസും കഷത്തും വെച്ചിട്ട് അച്ഛന്റെ വാച്ച് ഓടിച്ചോണ്ടാണ് വന്നു പോയത്. ഇനി നമ്മുടെ സ്വത്ത് തട്ടിയെടുക്കാൻ വല്ലതും ആയിരിക്കുമോ ഈ പരിപാടി? സാധ്യത ഇല്ലാതില്ല അമ്മ. വീടും വാങ്ങിച്ചു വെച്ച് പൈങ്കിളി അവിടെ താമസിച്ച് പിന്നെ പിണങ്ങി പോയാൽ പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും പിണങ്ങി പോകുന്നുള്ള കാര്യമൊന്നും പറയണ്ടല്ലോ. അവിടെ തന്നെ നിർത്താലോ അവന്. അതിനുള്ള പരിപാടിയായിരിക്കും. ചിലപ്പം ഒറിജിനൽ ആയിട്ടുള്ള സ്നേഹമായിരിക്കാനും സാധ്യതയുണ്ട്. എടി നീ ഏതെങ്കിലും ഒരിടത്ത് നില്ല്. അവിടെയും പോയി ഇവിടെയും പോയി. നമുക്കൊരു കാര്യം ചെയ്യാം, നമുക്ക് അവനെ കുറച്ച് ദിവസം ഒന്ന് വാച്ച് ചെയ്യാം. എന്തെങ്കിലും ഒരു തെളിവ് കിട്ടായിരിക്കുമല്ലോ. സുമേഷിന് ഭ്രാന്തല്ലായിരുന്നെങ്കിൽ അവൻ എങ്ങനെയെങ്കിലും ഒതുക്കായിരുന്നു.